തീർത്ഥാടന ടൂറിസവുമായി ചരിത്ര പ്രാധാന്യം നിറഞ്ഞ പള്ളിക്കുന്ന് ദേവാലയത്തെ ബന്ധപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന മന്ത്രി മുഹമ്മദ് റിയാസ്. ബ്രിട്ടീഷ് രൂപശൈലിയിൽ നിർമ്മിച്ച ദേവാലയം ജോൺ ഡാനിയൽ മോണ്ടയുടെ ഉൾപ്പെടെയുള്ള ശവകുടീരങ്ങളും വെള്ളക്കുതിരയുടെ കല്ലറയും ഇടുക്കി ജില്ലയുടെ പതിവ് കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായ അനുഭവങ്ങൾ സഞ്ചാരികൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അപൂർവമായ ചരിത്ര സാക്ഷ്യം നിറഞ്ഞ ദേവാലയവും വിശ്വാസികളുടെ കല്ലറയും ഇടുക്കിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ എത്തിക്കുവാൻ ഇടയാക്കും. പൈതൃക ടൂറിസത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ടൂറിസം മന്ത്രി ദേവാലയത്തിൽ സന്ദർശനം നടത്തിയത്. സംഭാവന നൽകുന്ന ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾ പുതുതലമുറയിലെ സഞ്ചാരികൾ ഒക്കെ തിരിച്ചറിയേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ആ നിലയിൽ സഞ്ചാരികളും ഇവിടേക്ക് വരണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ടൂറിസം വകുപ്പിനുള്ളത്. തീർത്ഥാടക ടൂറിസത്തിൻ്റെ ഭാഗമായി ഈ ദേവാലയത്തെ മാറ്റാനുള്ള ഇടപെടൽ ടൂറിസം വകുപ്പ് നടത്തും എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ ആരാധനാലയത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുമായി ഒരു ബന്ധപ്പെട്ടവരുമായി ചർച്ചയും നടത്താൻ ടൂറിസം ഡയറക്ടർ കൂടെയുണ്ട്. ഞങ്ങളതിന് മുൻകൈ എടുക്കും എന്നുള്ളത് അറിയിക്കുകയാണ്. പുതിയ സഞ്ചാരികളെ ചരിത്ര സ്മാരകത്തിലേക്ക് ആകർഷിക്കുന്നതിനുള്ള നടപടികൾ വിനോദസഞ്ചാര വകുപ്പ് കൈക്കൊണ്ടുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനും അവയുടെ സ്മരണകളിലേക്ക് പുതിയ തലമുറയെ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുമുള്ള പദ്ധതികൾക്ക് വിനോദസഞ്ചാര വകുപ്പ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കിയുടെ സൗന്ദര്യകരമായ തേയിലത്തോട്ടങ്ങളുടെ സൃഷ്ടാവ് ജോൺ മാൻഡ്രയുടെ അടക്കമുള്ള കല്ലറകൾ തേടി അവരുടെയൊക്കെ പിൻഗാമികൾ വിദേശത്തു നിന്നും എത്താറുണ്ട്. വടൂർ സമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ, പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R. ദിനേശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KT ബിനു, പഞ്ചായത്ത് അംഗം S. സാബു, ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ മന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. പള്ളി വികാരി റവറൻ ലിജു എബ്രഹാം, ഭാരവാഹികളായ ബിജു V. ചാക്കോ, IM സാബു, I. മൂവീസ്, R. തങ്കരാജ് എന്നിവർ ചേർന്ന മന്ത്രിയെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.